Hi, I am Kirana, Assistant Professor, Srinarayana Institute of Technology, Adur. നമ്മൾ മൊഡ്യൂൾ 5-ൻ്റെ റിവിഷൻ ലെക്ചേഴ്സ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഹൈ വെലോസിറ്റി ഫോമിംഗ് ഓഫ് മെറ്റൽസിൻ്റെ കൺവെൻഷണൽ മെത്തേഡുമായിട്ടുള്ള കമ്പാരിസണും അതിൻ്റെ എഫക്ട്സുമാണ് നോക്കിയത്. ഇന്ന് സ്ട്രെസ് വേവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കൺവെൻഷണൽ ഫോമിംഗ് മെത്തേഡ്സിനകത്ത് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോഴേക്ക് സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് സ്ട്രെയിനും വരുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. മൈൽഡ് സ്റ്റീലിൻ്റെയും കോപ്പറിൻ്റെയും ഒക്കെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നമ്മൾ നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ സ്ട്രെസ് വേവ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഹൈ എനർജി റേറ്റ് ഫോമിംഗ് മെത്തേഡ്സിനകത്ത് നമ്മൾ ഹൈ എനർജി ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിനകത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേസിനകത്ത് സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് ജനറേറ്റ് ചെയ്യുന്നത് യൂണിഫോം ആയിട്ടല്ല, വേവ് ടൈപ്പിലാണ് സ്ട്രെസ്സിൻ്റെ മൂവ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് സ്ട്രെസ് വേവ്സ് എന്ന് പറയുന്നത്. നമ്മൾ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് കൊടുക്കുന്ന ആ ഒരു പോയിൻ്റ് മുതൽ സ്ട്രെസ്സിൻ്റെ വേവ്സ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. കൺവെൻഷണൽ മെത്തേഡ്സിനകത്ത് സ്ട്രെസ് ഒരു യൂണിഫോം പാത്തായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം. ഹൈ എനർജി റേറ്റിനകത്ത് സ്ട്രെസ്സിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഫോമിലാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്ട്രെസ് വേവ്സ് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് എലാസ്റ്റിക് വേവ്സ്, ഒന്ന് പ്ലാസ്റ്റിക് വേവ്സ്. ഇനി എന്താണ് എലാസ്റ്റിക് വേവ്സ്? ഇപ്പോൾ സ്ട്രെസ് വേവ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഹൈ എനർജി റേറ്റിനകത്ത് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് സ്ട്രെസ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, വേവ് ഫോമിലാണ്. അതിനെയാണ് സ്ട്രെസ് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് സ്ട്രെസ് വേവ്സ് ഉണ്ട്. എലാസ്റ്റിക് വേവ്സും ഉണ്ട്, പ്ലാസ്റ്റിക് വേവ്സും ഉണ്ട്. എലാസ്റ്റിക് വേവ്സ് എന്തുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹൂക്സ് ലോ, സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേവ്സ് ആണ് എലാസ്റ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റിക് വേവ്സ് എന്തുമായിരിക്കും? സ്ട്രെസ് ഈസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ റിലേഷൻ ഇല്ല, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള റിലേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള വേവ്സാണ് പ്ലാസ്റ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രെസ് വേവ്സിനെ മെയിനായിട്ട് രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എലാസ്റ്റിക് വേവ്സും ഉണ്ട്, പ്ലാസ്റ്റിക് വേവ്സും ഉണ്ട്. വേറൊരു ക്ലാസിഫിക്കേഷനാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. അപ്പോൾ എന്തുവാണ് ലോഞ്ചിറ്റ്യൂഡൽ, എന്തുവാണ് ട്രാൻസ്വേഴ്സ് എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി വൈബ്രേഷനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ലോഞ്ചിറ്റ്യൂഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഏത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നോ അതിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും അതിൻ്റെ വൈബ്രേഷൻ. ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വൈബ്രേഷൻ. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് രണ്ട് ടൈപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് പ്ലാസ്റ്റിക് വേവ്സിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ജസ്റ്റ് ഇക്വേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. C = d സിഗ്മ ബൈ d എപ്സിലോൺ റൂട്ട് ഓഫ് d സിഗ്മ ബൈ d എപ്സിലോൺ ഡിവൈഡഡ് ബൈ റോ. അതിനകത്ത് d സിഗ്മ ബൈ d എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുമ്പം അതിനകത്ത് ഉള്ള സ്ലോപ്പാണ്. സ്ലോപ്പ് നമുക്കറിയാം y/x എന്നാണ്. y-ൽ സിഗ്മയും x-ൽ എപ്സിലോണും സ്ട്രെയിൻ റേറ്റുമാണ് കിടക്കുന്നത്. സോ ചേഞ്ച് എടുക്കുമ്പോഴേക്ക് നമുക്കതിൻ്റെ സ്ലോപ്പ് കിട്ടും. d സിഗ്മ ബൈ d എപ്സിലോൺ എന്ന് പറയുന്നത് സ്ലോപ്പാണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റിയാണ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്ലാസ്റ്റിക് വേവ് പ്രൊപ്പഗേഷൻ്റെ വെലോസിറ്റി, വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. C = റൂട്ട് ഓഫ് d സിഗ്മ ബൈ d എപ്സിലോൺ ഡിവൈഡഡ് ബൈ റോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോർ മെനി മെറ്റൽസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഈസ് ലെസ് ഇൻ ദ പ്ലാസ്റ്റിക് റേഞ്ച് ദാൻ ഇൻ ദ എലാസ്റ്റിക് റേഞ്ച്. ദാസ് ദ വെലോസിറ്റി ഓഫ് പ്ലാസ്റ്റിക് വേവ് പ്രൊപ്പഗേഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എലാസ്റ്റിക് വേവ്സ്. അപ്പോൾ ഇതിനകത്ത് പ്ലാസ്റ്റിക് വേവ് പ്രൊപ്പഗേഷൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലാസ്റ്റിക് വേവിനെക്കാട്ടിൽ കുറവായിരിക്കും. ദ വെലോസിറ്റി ഓഫ് പ്ലാസ്റ്റിക് വേവ് പ്രൊപ്പഗേഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എലാസ്റ്റിക് വേവ്സ് എന്നാണ്. അപ്പോൾ പ്ലാസ്റ്റിക് വേവിനാണ് വെലോസിറ്റി കൂടുതൽ, എലാസ്റ്റിക് വേവ്സിനെക്കാട്ടിൽ കൂടുതൽ. ഇനി വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് VL വെച്ചാണ്. VL = 2k × റൂട്ട് ഓഫ് 1 - μ ഡിവൈഡഡ് ബൈ റോ × 1 + μ.
അപ്പോൾ അതിനകത്ത് കെ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ഓഫ് മെറ്റീരിയലാണ്, റോ ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ, ന്യൂ എന്ന് പറയുന്നത് പോയിസൺസ് റേഷ്യോ ആണ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ് ഡിപ്പെൻഡ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിലും അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ എലാസ്റ്റിക് കോൺസ്റ്റൻറ്റ്, രണ്ടാമത് ആ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി. ഈ 2 പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ഇനി ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ ഷിയർ വേവിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VT വെച്ചാണ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു √G/ρ. G എന്ന് പറയുന്നത് ഷിയർ മോഡുലസ് ആണ്, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ ആണ്.